Hello friends, welcome back to the channel. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്കിൽ എങ്ങനെയാണ് ക്ലാസ് ബേസ്ഡ് വ്യൂസ് എഴുതുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇത് ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് ആയിട്ടുള്ള ഡിഫറൻസ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസിന് പകരം ക്ലാസ് ബേസ്ഡ് വ്യൂസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അഡ്വാൻസ്ഡ് ജാങ്കോ ട്യൂട്ടോറിയൽസിനാണ് തോന്നുന്നു പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്. കാര്യം കുറച്ചുകൂടി സ്റ്റേബിളാണ്, കുറച്ചുകൂടി സ്കെയിലബിൾ ആണ്, അതുപോലെ തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് എന്താ പറയുക ക്ലാസ് ബേസ്ഡ് വ്യൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ടുകൂടി ഉണ്ട്. കുറച്ചുകൂടി നമുക്ക് കോഡിനെ എന്താ പറയുക ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ എളുപ്പം ക്ലാസ് ബേസ്ഡ് വ്യൂസ് തന്നെയായിരിക്കും. അത് മാത്രമല്ല ഇവിടെ നോക്കിയാൽ നമ്മളിപ്പോൾ API വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ലോഗിൻ സിസ്റ്റം ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഡെക്കറേറ്റർ വരും. അതായത് ഇപ്പോൾ @ എന്നൊക്കെ പറഞ്ഞ് പെർമിഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രാ കുറവ് വരും. അപ്പോൾ അത് കാണാനൊരു മെനു ഉണ്ടാവില്ല, അത് അത്ര എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക്കലി കൂടുതലുമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലാസ് ബേസ്ഡ് വ്യൂസ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഉള്ള വ്യൂസ് ഇവിടെ കിടക്കട്ടെ, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഒരു സ്പേസ് വിടാം. സ്പേസ് വിട്ടിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ ഓൾറെഡി ആക്ച്വലി ഞാൻ പറഞ്ഞു നമ്മുടെ ജാങ്കോയിൽ പഠിച്ച അതേ രീതി തന്നെയാണ്. അതായത് അതിനകത്ത് നമ്മൾ എങ്ങനെയാണോ ക്ലാസ് ബേസ്ഡ് വ്യൂസ് എഴുതി അതുപോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. അതായത് ഫ്രം റെസ്റ്റ് ഫ്രെയിംവർക്ക് REST framework dot views import API view ഓക്കെ. API view എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ് റെസ്റ്റ് ഫ്രെയിംവർക്ക്. അത് API view എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക API view അത്രയും കാര്യങ്ങൾ ക്യാപിറ്റലിൽ തന്നെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് സാധാരണ കൊടുക്കുന്ന പോലെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് വ്യൂ, നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഇൻഡെക്സ് ഉണ്ട്, ആ ഇൻഡെക്സിനെ തന്നെയാണ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ ഇൻഡെക്സ് വ്യൂ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇൻഡെക്സ് വ്യൂ ഞാൻ ഓൾറെഡി ഇടയ്ക്ക് പറഞ്ഞിരുന്നു തോന്നുന്നു. സീരിയലൈസർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ സീരിയലൈസർ എന്നുള്ള വാക്ക് കൂടി ആഡ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ കൊടുത്തു കാർട്ട് സീരിയലൈസർ എന്ന് കൊടുത്തു. അതുപോലെ വ്യൂ എഴുതുന്ന സമയത്ത് വ്യൂ അതായത് ഇൻഡെക്സ് വ്യൂ എന്നും കൂടി കൊടുത്തു. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ എന്താ പറയുക API വ്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. API വ്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഉള്ളിൽ നമുക്ക് സാധാരണ എഴുതുന്ന മെത്തേഡ്സ് ഒക്കെ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു മെത്തേഡിൻ്റെ പേരിൽ കുറച്ച് ഫങ്ഷൻസ് എഴുതുക. മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫങ്ഷൻസിനല്ല, മറ്റേ ഗെറ്റ് പോസ്റ്റ് ആ മെത്തേഡാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമുക്കിപ്പോൾ ഗെറ്റ് മെത്തേഡ് വേണമെങ്കിൽ ഡെഫ് ഗെറ്റ്, അതിന് 2 പാരാമീറ്റർ കൊടുക്കണം. സെൽഫ് കോമ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്ത ശേഷം റിട്ടേൺ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ആ റെസ്പോൺസോടെ പാസ് ചെയ്യുക. ഓക്കെ, അതുപോലെ പോസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. സെൽഫ് കോമ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ പറയുക റിട്ടേൺ റെസ്പോൺസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഇതിന് വേണ്ടി നമുക്ക് എന്താ പറയുക ഈ പറയുന്ന സീരിയലൈസറിനെയും അതുപോലെ തന്നെ നമ്മുടെ മോഡലിനെയും നമുക്ക് ഈ പറയുന്ന എല്ലാ മെത്തേഡ്സും, ചിലപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഗെറ്റ് പോസ്റ്റ് മാത്രമേ കൊടുത്തുള്ളൂ, ചിലപ്പോൾ ഗെറ്റ് വരും, പോസ്റ്റ് വരും, പാച്ച്, അപ്ഡേറ്റ്, ഡിലീറ്റ്, അങ്ങനെ പല മെത്തേഡ്സും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്താ പറയുക റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സാധനം തന്നെ യൂസ് ചെയ്യുന്നതിന് പകരം അതിനെ നമ്മൾ ക്ലാസ്സിന് പുറത്ത് മെൻഷൻ ചെയ്തിട്ട് സെൽഫ് ഉപയോഗിച്ച് എന്താ പറയുക അതിനെ ആക്സസ് ചെയ്യും. നമ്മളിപ്പോൾ ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നോക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇതിനുള്ളിലുള്ള ഒരു ഫംഗ്ഷൻ ഉള്ളിൽ ഉപയോഗിക്കുന്നത് സെൽഫ് ഡോട്ട് എന്ന് പറഞ്ഞ് എടുക്കുക. അതായത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മോഡൽ വേണം. മോഡൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ മോഡൽ ഞാൻ കൊടുക്കും. ഞാനിവിടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മോഡൽ. കാര്യം ജസ്റ്റ് എന്താ പറയുക പ്രൊഡക്റ്റിന് ലിസ്റ്റ് ചെയ്യുന്ന മാത്രമേ. അതുപോലെ തന്നെ സീരിയലൈസർ _ ക്ലാസ് എന്ന് കൊടുക്കുക. സീരിയലൈസർ _ ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സീരിയലൈസറിൻ്റെ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക. പ്രൊഡക്റ്റ് സീരിയലൈസർ ജസ്റ്റ് സ്പേസ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് പ്രൊഡക്ട്സ് PRDS പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. പ്രൊഡക്ട്സ് ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് സ്റ്റോർ എന്ന് പറഞ്ഞാൽ സാധാരണ കൊടുക്കുന്ന പോലെ കൊടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക കോമൺ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ ഡിക്ലെയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതിന് ആക്സസ് ചെയ്യാൻ നമുക്ക് സെൽഫ് ഡോട്ട് എന്താ പറയുക മോഡൽ ബാക്കിയുള്ളത് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞെടുക്കുക. അതുപോലെ തന്നെ സീരിയലൈസർ നമ്മൾ കഴിഞ്ഞ എന്താ പറയുക ഫംഗ്ഷന് ചെയ്ത പോലെ തന്നെ, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്തു സീരിയലൈസർ എന്ന് പറഞ്ഞിട്ട് ആ സീരിയലൈസറിനെ ലിസ്റ്റ് കോൾ ചെയ്തു. അതേപോലെ തന്നെ സീരിയലൈസർ ഈസ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് സീരിയലൈസർ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് PRDSനെ നമ്മൾ ഡാറ്റ ആയിട്ട് പാസ് ചെയ്യണം. കോമ മെനി ഈസ് ഈക്വൽ ടു ട്രൂ, കാര്യം മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ഉള്ളതുകൊണ്ട് മെനി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുക്കാം സീരിയലൈസർ ഡോട്ട് ഡാറ്റ ആൻഡ് സ്റ്റാറ്റസ് കോഡിങ് നമുക്ക് പാസ് ചെയ്യാം. സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞു ബൈ ഡിഫോൾട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി സക്സസ് കാണിച്ചോളൂ, എങ്കിൽ പോലും നമ്മളിവിടെ പാസ് ചെയ്യണം. അതാണ് അതിൻ്റെതായ ഒരു രീതി. HTTP 200
200 നമ്മൾ സ്റ്റാറ്റസ് പാസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് തൽക്കാലം അവിടെ നിൽക്കട്ടെ, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ URLC വരിക. URLC വന്ന ശേഷം നമ്മളിവിടെ ഓൾറെഡി ഒരു പാത്ത് ഉണ്ട്, അതിന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. അതായത് index_view.as_view എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനായിട്ട് കൊള്ളുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ തവണ നമ്മൾ നമ്മുടെ ബ്രൗസർ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം നമ്മൾ പോസ്റ്റ്മാൻ ആണ്. കഴിഞ്ഞ വീഡിയോ നോക്കിയ പോസ്റ്റ്മാൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇൻഡെക്സ് വ്യൂവിൻ്റെ ഒരു കളക്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ പറയുന്ന കാർട്ട് വ്യൂവിനെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് ചെയ്തു, വേണ്ട അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. അതിന് പകരം ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്, പ്ലസ് ഐക്കൺ കൊടുത്തു. അപ്പോൾ പുതിയൊരു ടാബ് ഇവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൻ്റെ സോറി അതല്ലായിരുന്നു, ജസ്റ്റ് ഓക്കെ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ഗെറ്റ് മെത്തേഡ് ബൈ ഡിഫോൾട്ട് വരും. അതിനെ മാറ്റുകയാണെങ്കിൽ നമുക്ക് മാറ്റാം. നമുക്കിപ്പോൾ ഗെറ്റ് മെത്തേഡ് മതി തൽക്കാലം. അതുകൊണ്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. സോറി, ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആ URL മാത്രം കൊടുക്കാം. URL ഓക്കെ ഇൻഡെക്സ് ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഇൻഡെക്സ് എടുക്കാം, നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം. റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഡേറ്റ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എററും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ നമുക്കറിയാം ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലെ എററും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ബ്രൗസറിൽ എഴുതിക്കണം. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കേസസിലും അത് കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് കേസിൽ നമുക്കത് കാണാം. റിവ്യൂ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിൽ എങ്ങനെയാണോ ഡിസ്പ്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ പ്രിന്റ് കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റ കാര്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മളിവിടെ ജസ്റ്റ് വേറൊരു കാണിക്കാൻ വേണ്ടി നമുക്ക് ബ്രൗസർ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ ഹോം പേജ് ആണ്. ഹോം പേജ് എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കി അറിയാം ഏതൊക്കെ മെത്തേഡ്സ് ആണ് അലൗ ചെയ്തിരിക്കുന്നത്. ഗെറ്റ്, പോസ്റ്റ്, ഹെഡ് ഓപ്ഷൻ ഒന്നും നോക്കണ്ട, അത് ഡിഫോൾട്ടായിട്ട് എല്ലാത്തിലും വരും. ഗെറ്റ്, പോസ്റ്റ് എന്ന് പറഞ്ഞ് കാണും. കാര്യം നമ്മളിവിടെ എന്താ പറയുക, വ്യൂസിൽ നമ്മൾ പോസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പോസ്റ്റ് തൽക്കാലം ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം ഇന്ന് റീലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. നോക്കി അറിയാം ഗെറ്റ് മാത്രമേ ഒന്നുള്ളൂ, പോസ്റ്റ് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്രയൊക്കെ എന്താ പറയുക ഫംഗ്ഷൻ കൊടുക്കുന്നത് അതെല്ലാം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഇതേ ഫംഗ്ഷനിൽ തന്നെ. ഇപ്പം നമ്മൾ വേറൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ റിക്വസ്റ്റോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇവിടെ എന്താ പറയുക പോസ്റ്റ് മെത്തേഡിന് വേണ്ടി ജസ്റ്റ് എടുക്കുക, പോസ്റ്റ് കൊടുക്കുക, അത്രയും കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പോസ്റ്റ് മെത്തേഡ് കൊടുക്കാം. പോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, ഡെഫ് പോസ്റ്റ് സെൽഫ് കോമ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം നമുക്ക് വേണ്ടത് ഓക്കെ നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് ഡേറ്റ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അവിടെ റിട്ടേൺ അല്ല, റിക്വസ്റ്റ് ഡോട്ട് ഡേറ്റ. ഓക്കെ, അങ്ങനെയാണ് നേരത്തെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നോക്കി അറിയാം. ഓക്കെ, റിക്വസ്റ്റ് ഡോട്ട് ഡേറ്റ എന്ന് പറഞ്ഞ് ഇത് ഡേറ്റ എടുക്കണം പ്രൊഡക്റ്റ് സീരിയലൈസറിനുള്ളിൽ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെന്താ നേരത്തെ ഇതുപോലെ ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ഈ റിക്വസ്റ്റ് പോസ്റ്റ് മെത്തേഡ് ആക്ച്വലി പോസ്റ്റ് ആണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാന്നുള്ളൂ. റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് പോസ്റ്റ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. പോസ്റ്റ് ആണെങ്കിൽ മാത്രം സീരിയലൈസർ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്താ പറയുക സെൽഫ് ഡോട്ട് സീരിയലൈസർ ക്ലാസ് എന്ന് പറയുന്നിട്ട് അതിനുള്ളിൽ നമ്മൾ ഡേറ്റ കൊടുക്കുകയാണ്. ഡേറ്റ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഡേറ്റ ഈക്വൽ ടു എന്ന് കൊടുക്കാം. ഡേറ്റ ഈക്വൽ ടു സീരിയലൈസർ റിക്വസ്റ്റ് ഡോട്ട് ഡേറ്റ എന്ന് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഈ സീരിയലൈസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സീരിയലൈസർ ഡോട്ട് സേവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് റിട്ടേൺ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ സീരിയലൈസർ ഡോട്ട് ഡേറ്റ. ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു എൽസ് കേസ് നമ്മൾ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക ക്രാഷ് ആവാൻ ഞങ്ങൾക്ക് ചാൻസ് ഉണ്ടെന്നല്ല ക്രാഷ് ആവുമത്. ഡോട്ട് എറേഴ്സ്, നമുക്ക് എറേഴ്സ് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ആ എറർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇൻവാലിഡ് ആയിട്ടുള്ള കാരണം, ഇൻവാലിഡ് ഡേറ്റ ആവാൻ കാരണം എന്താണെന്ന് ജസ്റ്റ് കാണിക്കും. ഓക്കെ, ബാക്കിയെല്ലാം നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മുടെ വ്യൂസിലല്ല URLസിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ പോസ്റ്റ് മാനേജ് ചെല്ലാം. പോസ്റ്റ് മാനേജ് ചെന്നിട്ട് ഇവിടെ റിക്വസ്റ്റ് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ബോഡി ടു
നല്ല റോ എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ റോ ഡേറ്റ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ തവണ നമുക്കിപ്പോൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റിയതുള്ളത്? നമുക്ക് കാര്യം ചെയ്യാം. ചാർജർ. ഓക്കെ, ചാർജർ എന്ന് പറഞ്ഞിട്ട് ചാർജറിൽ നെയിം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ചാർജർ കൊടുക്കാം. ഓക്കെ, ചാർജർ കൊടുക്കാം. നമുക്ക് നേരത്തെ വാലിഡേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് പ്രൈസ് ഇച്ചിരി കൂട്ടി കൊടുക്കാം. പ്രൈസ് ഒരു എത്ര കൊടുക്കാം? 1500 കൊടുക്കും. 1500 ഞാൻ കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുകയാണ് ഡാറ്റ. സോറി, ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. അതായത് നമ്മുടെ പാരാമീറ്റേഴ്സ് അല്ല ഹെഡേഴ്സ് വന്നിട്ട് ഇവിടെ കണ്ടന്റ് ടൈപ്പ് ടെക്സ്റ്റ് പ്ലെയിൻ എന്നുള്ളത് ജസ്റ്റ് ആ ടിക്ക് മാറ്റി അതിന് ലാസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യുക. കണ്ടന്റ് ടൈപ്പ് application/json. ഓക്കെ, application/json എന്ന് പറഞ്ഞ് നമുക്ക് ജസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ എററും കാര്യങ്ങളും വന്നിരിക്കുന്നു. എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, പക്ഷെ നമ്മൾ വേറെ കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ നോക്കിയറിയാം 200 സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമുക്ക് അതല്ല വേണ്ടത്. ഇവിടെ സ്റ്റാറ്റസ് പ്രത്യേകം കൊടുക്കാം. സ്റ്റാറ്റസ് status.http 400 ബാഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് ഓക്കെ എന്ന് പറഞ്ഞു കൊടുക്കാം. സ്റ്റാറ്റസ് ഓക്കെ അല്ല നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഓക്കെ, സ്റ്റാറ്റസ് 201 ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. status.http 201 ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്കൊന്ന് നോക്കാം. 1500 എന്നുള്ളത് മാറ്റി 150 ആക്കി സെൻഡ് ചെയ്തു. സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കി അറിയാം പുതിയൊരു ഐറ്റം ഇവിടെ ആഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. 201 ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ വലിയൊരു എമൗണ്ട് കൊടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാലും എറർ <1000 ഇവിടെ 400 ബാഡ് റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഡാറ്റാബേസിൽ ഒന്ന് പ്രൊഡക്ട്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം പുതിയതായിട്ട് ഇവിടെ ചാർജർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ ഗെറ്റ് കൊടുത്ത് പോസ്റ്റ് കൊടുക്കും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന എന്താ പറയുക നമ്മളുടെ പല മെത്തേഡ്സുകളും വർക്ക് ചെയ്യുന്നത്. അതായത് ലൈക്ക് പോസ്റ്റ് ഡിലീറ്റ് മെത്തേഡ് ആയിക്കോട്ടെ, അപ്ഡേറ്റ് മെത്തേഡ് ആയിക്കോട്ടെ. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി വർക്ക് ചെയ്യുന്നത്.